അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വാഗമണിനടുത്തുള്ള പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ തൊടുപുഴ മുട്ടം ആ സൈഡിൽ നിന്നാണ് യാത്ര പോകുന്നത്. ഇത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം പോകുന്ന റോഡാട്ടോ, നല്ല റോഡാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു തൊടുപുഴയിൽ നിന്നൊരു 10-16 കിലോമീറ്റർ വരുമ്പോൾ കാഞ്ഞാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് വല സൈഡിലേക്കുള്ള റൂട്ടിൽ കൂടെയാണ് നമുക്ക് ഈ പുള്ളിക്കാനം പോകേണ്ടത്. അത് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഇട സൈഡിൽ ഞാനൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന അത് പെട്ടെന്ന് ഇങ്ങനെ ചരിച്ച് കാണിച്ചില്ലായിരുന്നു. അത് നമ്മുടെ മലങ്കര ഡാമിലെ വൃഷ്ടി പ്രദേശം കേട്ടോ. അത് ആ സമയത്ത് വോയിസ് ഓവറിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടുത്തെ നേരെ നമ്മളിനി ഇത് കാഞ്ഞാറെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഏലപ്പാറ വാഗമൺ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നേരെ വലത്തോട്ടാണ് കയറി പോകേണ്ടത്. ഒരു തുടക്കം നല്ലൊരു കയറ്റം കേട്ടോ, വലത്ത് സൈഡിലേക്ക് നല്ലൊരു കയറ്റം. അതായത് നമ്മുടെ ഇലിവിഴ പൂഞ്ചിറ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കുറച്ചും കൂടി ഇപ്പുറത്തെ സൈഡായിട്ട് വരും ഈ പ്രദേശങ്ങളൊക്കെ. ഇത് നമ്മൾ കയറ്റം കയറി തുടങ്ങുമ്പോൾ ഉള്ള റോഡിൻ്റെ ഒരു സ്ഥിതി കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഇത്. സൈഡൊക്കെ വീതി കൂട്ടാൻ വേണ്ടി ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം ജനവാസം ഉണ്ട്, എന്നാലും ഇതിൻ്റെ റോഡിൻ്റെ തൊട്ട് വക്കിക്കൂടിയൊക്കെ വീടുകൾ കുറവാന്ന് തോന്നുന്നു. ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ കയറിയാണ് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ റോഡിന് നമുക്ക് വലിയ ബസ്സൊക്കെ വന്നാൽ പോകാനുള്ള വീതിയില്ല കേട്ടോ. ചെറിയ കാറ് കുഴപ്പമില്ല, എങ്കിലും സൈഡൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി സ്ലോ ചെയ്ത് കൊടുക്കേണ്ട ആ രീതിയിലുള്ള ആ വീതിയേ ഉള്ളൂ നിലവിൽ. ഇത് നമ്മൾ അവിടുന്ന് കയറി പോകുമ്പോൾ ആദ്യത്തെ സ്പോട്ടാട്ടോ. ഇതൊരു നല്ലൊരു വെള്ളച്ചാട്ടം. ഇത് നമ്മുടെ അടിമാലി മൂന്നാർ റൂട്ടിൽ നമ്മൾ പോകുമ്പം ചീയപ്പാറ വെള്ളച്ചാട്ടം ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈലുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും വലുതായി വെള്ളച്ചാട്ടം. പക്ഷേ അതൊരു മെയിൻ റോഡിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിന് കൂടുതൽ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടാണ്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അവിടെ ആകെ എഴുതി വെച്ചേക്കണത് അവിടെ ഇറങ്ങരുതെന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ അവിടുന്ന് ആ റോഡ് കുറച്ചും കൂടി കയറി വരുമ്പോൾ ഒരു നമുക്ക് ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ വല സൈഡിലാണ് കാണുന്നത് മറ്റേ റംബൂട്ടാൻ കൃഷിയാണ്. ഇവിടെ തന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ജ്യൂസൊക്കെ കിട്ടുന്നൊരു സ്ഥലമായത്. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. സൈഡിൽ കണ്ടോ, വെളുത്തുനിന്ന് കാണിക്കുന്നുണ്ടോ, സിമെൻറ്റ് ഇട്ടേക്കുന്നത്. റോഡിൻ്റെ വീതി കൂട്ടലിൻ്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടുന്ന് പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോഴുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് ഇത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റം പവർ ഹൗസൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ കുളമാവിൻ്റെ ഇപ്പുറ സൈഡിലെ ടോപ്പ്, മലയുടെ സൈഡുകൾ, അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എല്ലാവരും ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നൊരു സ്പോട്ടാണ്. നേരത്തെ നമ്മൾ ബസ് പോകണില്ല എന്ന് പറഞ്ഞ് വലിയ ടൂറിസ്റ്റ് ബസ്സുകളുടെ കാര്യം കേട്ടോ ഉദ്ദേശിച്ചത്. ഇതിൽ KSRTC സർവീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ ഓരോ വളവും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത കാഴ്ചകൾ പോലെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ടീ ഷോപ്പുണ്ട് കയറി വരുമ്പം. ഇവിടെ ആയാലും എല്ലാവരും നിർത്തി വിശ്രമിക്കാനൊക്കെ പറ്റിയൊരു സൗകര്യമുണ്ട്. ഇവിടെ ഈ സൈഡ് പിന്നെ ഇങ്ങനെ വരുമ്പോൾ എല്ലാം കിട്ടുന്ന വ്യൂ ഒരേ ലെവലിൽ തന്നെയാണ് കേട്ടോ. ഈ സ്ഥലങ്ങളെല്ലാം ഇത് നമ്മൾ ആ മലകളൊക്കെ ഏകദേശം ഫുള്ള് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിരപ്പ് പോലുള്ള സ്ഥലം, ഒരു ഇറക്കമൊക്കെ തുടങ്ങുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഒരുപാട് സിനിമയുടെയൊക്കെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്പോട്ടായത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാഗമണ്ണിലൊക്കെ പോകുമ്പം കാണുന്ന മുട്ടക്കുന്നുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേപോലെ ഈ പ്രദേശങ്ങളിലും ഉണ്ട്.
അവിടെ പക്ഷേ നല്ല തിരക്കായിരിക്കും വാഗമണ്ണിൽ. അത് വാഗമണ്ണിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാനത്തിനൊരു 6 കിലോമീറ്റർ നമ്മൾ തൊടുപുഴ കാഞ്ഞാർ റൂട്ടിൽ വരണം. അപ്പോൾ അവിടെ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കില്ല ഇവിടെ. പക്ഷെ അത്രയും മറ്റേതാണല്ലോ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന റോഡാണ് മെയിൻ റോഡ്. അതുകൊണ്ട് തന്നെ ആ സൈഡ് പിടിച്ച് വരുന്ന വാഗമണ്ണിൻ്റെ ഏരിയയിലായിരിക്കും തിരക്ക് കൂടുതൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ നല്ല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവുമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ റിസോർട്ട് കാര്യങ്ങളൊക്കെ. അപ്പം വേറൊരു ഒരുപാട് പഴയ രീതിയിലുള്ള വനപ്രദേശം പോലെ നമുക്കിവിടെ നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യും. അതാണ് കേട്ടോ ഈ ഏരിയയുടെ ഒരു മെയിൻ പ്രത്യേകത. അപ്പോൾ ആ ഒരു ഇതിൽ ആസ്വദിക്കണം എന്നുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ പറയുന്ന ഈ പുള്ളിക്കാനം വഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ എന്തോ ഒരു ഷൂട്ടിങ് എന്തോ നടക്കുന്ന കേട്ടോ. എന്തോ അത് ആ കാണുന്ന ഇല്ലിക്കല്ല കേട്ടോ. അങ്ങ് ദൂരത്ത് കാണുന്നത്. നമ്മൾ ചെറുതായിട്ട് സൂം ചെയ്ത് നോക്കിയതുണ്ടോ, ഇത് ഇല്ലിക്കല്ലാണ് ആ കാണുന്നത്. ഇവിടെ ഇപ്പുറ സൈഡിലെ ആൾക്കൂട്ടം കണ്ടത് അവിടെ എന്തോ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് പിന്നെ ഇത് ഒരുപാട് വീഡിയോസിലും ഒക്കെ വന്നേക്കുന്ന ഒരു സ്പോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുംബനവളം എന്നാണ് ഈ സ്ഥലത്തിന് ഇട്ടിരിക്കുന്ന ഒരു പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരതാണ്. അത് എന്താണ് അങ്ങനെ പേര് വന്നത്, എസ് മോഡലൊരു വളവാണ്. ഇവിടെ നേരത്തെ ഈ സ്റ്റീലിൻ്റെ സംഭവം ഒന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് നിൽക്കുമ്പോൾ ഇച്ചിരി സേഫ്റ്റി കുറവുണ്ടായിരുന്നു. പക്ഷേ നല്ല താഴ്ചയാണ് അവിടെ. ഇവിടെ നിൽക്കുമ്പോൾ ആ വ്യൂ ഉണ്ടോ, എന്നാ രസമെന്ന് നോക്കി. ആ ഇല്ലിക്കല്ലാണ് ആ കാണുന്നത്. അതിൻ്റെ ഇപ്പുറം വേറൊരു മല, മൊത്തം പച്ചപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ വെളുപ്പിന് 6 മണി അല്ലെങ്കിൽ 7 മണി ആ റേഞ്ചിലൊക്കെ നമ്മൾ ഇതിലെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈ കോടമഞ്ഞ് കയറി വരുന്ന കാണാൻ പറ്റും. ആ സമയത്ത് ഇതിലെ പാസ് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ വ്യൂവും ഇവിടെ കിട്ടും. ഇതവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ്. പക്ഷേ ആ കയറ്റവും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കം തുടങ്ങും. അതേ ആ അകലെ കാണുന്നതെല്ലാം പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഭാഗം കേട്ടോ. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ആ എസ്റ്റേറ്റിൻ്റെ പേരാട്ടോ പുള്ളിക്കാനം എന്നുള്ളത്. അപ്പോൾ ആ എസ്റ്റേറ്റാണ് ആ കാണുന്ന ആ താഴത്തെ ഭാഗത്തുണ്ടോ മൊത്തം തേയില നിൽക്കണം. അത് ഫുൾ എസ്റ്റേറ്റാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഉള്ള കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ എവിടെ നിന്നാലും നമുക്ക് നല്ല ഫോട്ടോസിന് പറ്റിയ സ്ഥലങ്ങളാട്ടോ. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം, പിന്നെ റെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പറ്റിയൊരു സ്പോട്ടാണ്. വളരെ തിരക്കും കുറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. നമ്മൾ ആ ഇറക്കം കണ്ടില്ല, ആ ഇറക്കത്തിൽ കൂടി ഇറങ്ങി വരുമ്പോൾ ഉള്ള ഗ്രൗണ്ടാണ്. അടുത്ത് ഇങ്ങനെ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ റോഡ് ഇച്ചിരി പൊട്ടിക്കിടക്കും കേട്ടോ. എന്നാലും പണി നടക്കുന്നുണ്ട്. ഒരു 1-2 മാസത്തിനുള്ളിൽ റോഡൊക്കെ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ജൂൺ സെപ്റ്റംബർ മാസത്തിൽ വരുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ മഴ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം അതാണല്ലോ, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. ആ സമയത്ത് വരുവാണെങ്കിൽ നല്ല കാഴ്ചകൾ. നമ്മൾ 2-3 വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അത് എല്ലാം നല്ല ആക്റ്റീവായിരിക്കും ആ സമയത്ത്. അത് എസ്റ്റേറ്റിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ ഈ വല സൈഡിൽ കാണുന്ന നമ്മുടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ലയങ്ങളുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ കടകളുണ്ട്. ഇതുണ്ട് ആ കാണുന്നതൊക്കെ. അങ്ങോട്ട് താഴത്തേക്ക് വഴി അങ്ങനെ കിടക്കുക താഴത്തേക്ക്. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു മൂന്നാറിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് പോലെ തോന്നും. മൂന്നാർ വാൽപ്പാറയൊക്കെ ഇല്ല, ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു സാമ്യം തോന്നും ഇവിടെ നോക്കുമ്പോൾ. ഇതിൽ നമുക്ക് സഞ്ചരിക്കുമ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു 10-16 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എവിടെ നിർത്തിയാലും കാഴ്ചകൾ. അങ്ങനെ ഒരു സ്ഥലങ്ങൾ ഇവിടെ മൊത്തം. ഇവിടുന്ന് നമ്മൾ ആ മേളിൽ നിന്ന് കണ്ട തേയിലത്തോട്ടം ഞാൻ പറഞ്ഞില്ലേ, ആ സ്ഥലം നമ്മളിപ്പോൾ എത്തി കേട്ടോ. ഇവിടുന്ന് ഫുള്ള് കാഴ്ചകളാണ്. പിന്നെ മൊത്തം ഈ മുട്ടക്കുന്നുകളിൽ കൂടി എല്ലാം തേയില പാകിയേക്കണ ആ ഒരു കാഴ്ചകളാണ് ഫുള്ള്.
ഇതിവിടെ വരുമ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയില തോട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ പഴയ എന്തെങ്കിലും ഓഫീസൊക്കെ പ്രവർത്തിച്ചതായിരിക്കും. എൻ്റെ അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല, എന്തായാലും അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇത് അകലെ കാണുന്ന എല്ലാം ലയങ്ങളാട്ടോ, തൊഴിലാളികൾ താമസിക്കുന്ന അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തേക്കുന്ന കെട്ടിടങ്ങളാണ് അതെല്ലാം. ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ തേയിലയുടെ ആ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനത്തെ കാഴ്ചകളാണ്. ഫുള്ള് ഇങ്ങനെ ഇടയ്ക്കൂടി കെട്ടിടങ്ങൾ, അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ, പിന്നെ ഇങ്ങനെ മൊട്ടക്കുന്നുകളിൽ ഫുള്ള് തേയില, ഇടയ്ക്കൂടി ഇങ്ങനെ മരങ്ങൾ. അതായത് നല്ല വീഡിയോസ് കിട്ടും. ഡ്രോണൊക്കെ വെച്ചാൽ എടുക്കുന്നെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് എടുക്കാം ഇവിടുന്ന്. ഇതുകൊണ്ട് ഇവിടുത്തെ വ്യൂ നോക്കിയാൽ നല്ല രസമല്ലേ നോക്കി. അപ്പുറം നമ്മൾ അവിടെ അകലെ വെച്ച് കണ്ട മലകളൊക്കെ അത്, അതായത് നമ്മുടെ മൂലമറ്റം സൈഡാണ് ആ മലകളുടെ അവിടെ കാണുന്നത്. ഇത് നമ്മളവിടെ വന്നപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു റോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. കുറച്ച് റൈഡർമാർ അതിലേ കയറി പോകുന്നുണ്ടപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കയറി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കയറി കേട്ടോ. പക്ഷെ അവിടെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് നമ്മൾ ഈ തേയില തോട്ടം ഉള്ളിടത്ത് എല്ലായിടത്തും ചെല്ലുമ്പോൾ അതിങ്ങനെ ഈ ഓഫ് റോഡ് വഴി അതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകൾ കിട്ടുന്നത്. ഇപ്പം മൂന്നാറായാലും നമ്മൾ വാൽപ്പാറ അങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ ഉള്ളിലേക്ക് കിടക്കുന്ന വഴി കൂടി പോയി കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. ഉണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ ആ ഒരു ഏരിയയുടെ അതേ സെറ്റൊക്കെ ഇവിടെ നോക്കുമ്പോൾ. ഞാൻ പിന്നെ ഒത്തിരി ഉള്ളിലേക്ക് പോയില്ല കേട്ടോ, ഒരു 100-150 മീറ്ററാണ് വന്നത്. അതിലെ കാണുന്ന നമ്മുടെ മെയിൻ റോഡ്. ഇത് നമ്മളാ തൊട്ട് അവിടെ ആ കെട്ടിടങ്ങൾ കാണുന്നില്ല, അത് നമ്മുടെ ഇവിടുത്തെ 2 വഴിയുണ്ട് കേട്ടോ. ഒന്ന് മൂലമറ്റത്തുനിന്ന് കയറി ഇലപ്പള്ളി വഴി കയറി വരുന്നൊരു വഴിയുണ്ട്, അത് ആ ജംഗ്ഷനിൽ വന്ന് ആ വഴിയാണ് നമ്മൾ വരുന്നത്. ഇത് ഈ പറഞ്ഞ നമ്മൾ കയറി വന്ന വഴിയായി കാണുന്നത്. ഇതതിൻ്റെ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു പഴയൊരു കെട്ടിടം കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടെ നല്ല സ്പോട്ടാണ് ഫോട്ടോ എടുക്കാൻ. ഇത് നമ്മളാ ജംഗ്ഷനിൽ നിന്ന് പിന്നെ കയറി വരുമ്പോഴുണ്ട് പുള്ളിക്കാരൻ എസ്റ്റേറ്റ്, അതിൻ്റെ ഓഫീസ്, ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത്. ഇവിടെ പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ നിന്ന് ഒക്കെ എടുക്കുന്നത്, കാരണം ഇതാകുമ്പോൾ 2 സ്പോട്ടിലേക്ക് ഉള്ളവർക്ക് പറ്റും. എന്ന് വെച്ചാൽ മൂലമറ്റം സൈഡിലേക്ക് പോകുന്നവർക്കും ഇവിടെ 2 റൂട്ടിൽ നിന്ന് വരുന്നവർക്ക് പറ്റുന്ന സ്ഥലം ഇത്. എന്ന് വെച്ചാൽ മൂലമറ്റം പോകുന്നവർക്ക് ഇവിടെ കാഴ്ചകളുണ്ട്, അപ്പുറത്തേക്ക് കാഞ്ഞാറ് സൈഡിലേക്ക് പോകുന്നവർക്കും പറ്റും.
ഇവിടെ അത്യാവശ്യം ചെറിയ കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ കടകൾ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ റിസോർട്ട് പോലെ എന്തോ സംഭവം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ തേയിലയുടെ സംഭവം തുടങ്ങുമ്പം തൊട്ട് ഇങ്ങനെ ഒരു പതിവ് റിപ്പീറ്റായിട്ടാണ് കാഴ്ചകൾ വരുന്നത്. അതിൻ്റെ ഓരോ ചെറിയൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ. രണ്ട് സൈഡും തേയില നിൽക്കുന്നത് കാണാനൊരു രസം. എനിക്ക് തോന്നുന്നു ഉളുപ്പൂണി ആ സൈഡാന്ന് തോന്നുന്നു. അത് അകലെ കാണുന്ന പുള്ളിക്കാനം ചർച്ച കേട്ടോ. അത് ചർച്ചുണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വ്യൂ ആയത്. ഇത് നമ്മളവിടുത്തെ റോഡിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ചുമ്മാ എടുത്ത വീഡിയോ കേട്ടോ. ഇത് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് വന്നു കഴിയുമ്പം കാണുന്ന ഒരു തടാകമാണ്. അതായത് ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് മുന്നെത്താൻ വേണ്ടി. ഇതും ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് റോഡ് നല്ലതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈരാറ്റുപേട്ട സൈഡിൽ നിന്ന് വരുന്നവർക്കും വലിയ ബസ്സൊക്കെ ആയാലും ഇങ്ങോട്ട് ഇവിടം വരെ വരും. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വീതി കുറവായതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും. പാടെന്ന് വെച്ചാൽ വേറെ അധികം നമ്മളങ്ങനെ വണ്ടി പോകണ കണ്ടിട്ടില്ല. മിനി ബസ് പോലുള്ളത് കണ്ടിട്ടുണ്ട്, വലിയ ബസ്സുകളൊന്നും കടന്നു പോകുന്ന കണ്ടിട്ടില്ല.
ഇവിടെ അപ്പുറം അതിൻ്റെ ആൾക്കാർ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി ഇച്ചിരി ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ അടുത്ത് ഒത്തിരി അടുത്തേക്ക് പോകരുത്, സൈഡിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവായിരിക്കും നല്ലത്. ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്ന ഒരു സ്ഥലമായത്. അവിടെ ഞാൻ ചതുപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഇതുണ്ടോ, അവിടെ നിന്നാൽ ചിലപ്പോൾ നമ്മൾ കാല് താന്നു പോകും. ഇനി തേയിലയുടെ ഉള്ളിലോട്ട് കയറി പോവാം, അവിടെയൊക്കെയാണ് നല്ല ഫോട്ടോസ് കിട്ടും. ഇത് അവിടെ നിന്ന് തന്നെ മുമ്പോട്ട് വരുമ്പോഴുള്ള റോഡാണ്. ഇവിടെ വരെ കേട്ടോ നമ്മൾ വരുന്നുള്ളൂ, കാരണം ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വാഗമണ്ണിൻ്റെ പൈൻ ഫോറസ്റ്റിനൊക്കെ ഇവിടെ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ റൂട്ട് തന്നെ തിരിച്ചു പോവാം. നമ്മൾ വരുന്ന വഴി ഞാൻ പറഞ്ഞില്ല, മൂലമറ്റത്തുനിന്ന് കയറി വരുന്ന റോഡും കാഞ്ഞാറിൽ നിന്ന് കയറി വരുന്ന റോഡും കൂടി വരുന്ന ജംഗ്ഷനാട്ടോ ഇവിടെ. ഇവിടെ ഈ റൂട്ടിൽ നമുക്ക് വരുമ്പോൾ അത്യാവശ്യം കടകളുള്ള ഏരിയ ഇതാട്ടോ. അത്യാവശ്യം ചായ കുടിക്കാൻ, നമുക്ക് നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെയുള്ള സൗകര്യമുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിയും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഓൾറെഡി കണ്ട സ്ഥലങ്ങളാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു സ്ഥലമായിട്ട് കാണാം. ഓക്കെ.